പ്രായം വെറും അക്കങ്ങൾ മാത്രമാണെന്ന് നാം പലപ്പോഴും കേൾക്കാറുള്ളതാണ്. എന്നാൽ പ്രായം വെറും നമ്പർ മാത്രമാണെന്ന് തെളിയിച്ച് പ്രായത്തെ മറികടന്ന് മോഹിനിയാട്ടത്തിൽ അരങ്ങേറ്റം കുറിക്കാനൊരുങ്ങിയാണ് മുഖത്തെ ഒരുപറ്റം വനിതകൾ. 61 വയസ്സുകാരികളും റിട്ടയർഡ് അധ്യാപികമാരുമായ അരുണ അനിൽകുമാർ, ശോഭന നാരായണൻകുട്ടി, 22 വയസ്സുകാരിയും PG വിദ്യാർത്ഥിനിയുമായ ഐശ്വര്യ ഉൾപ്പെടെ 12 പേരാണ് ഫെബ്രുവരി 2-ന് ഗുരുവായൂർ മേപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ മോഹിനിയാട്ടത്തിൽ അരങ്ങേറ്റം കുറിക്കാനൊരുങ്ങുന്നത്. നൃത്തം ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ അതിന് പ്രായം ഒരു തടസ്സമല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് മുക്കത്തെ ഒരു പറ്റം വനിതകൾ. 61 വയസ്സുള്ള റിട്ടയർഡ് അധ്യാപികമാരായ അരുണ അനിൽകുമാർ, ശോഭന നാരായണൻകുട്ടി എന്നിവർ മുതൽ 22 വയസ്സുകാരിയും PG വിദ്യാർത്ഥിനിയുമായ ഐശ്വര്യ ഉൾപ്പെടെയുള്ള അധ്യാപികമാരും വീട്ടമ്മമാരുമായ 12 വനിതകളാണ് ഫെബ്രുവരി 2-ന് ഗുരുവായൂർ മേപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ മോഹിനിയാട്ടത്തിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുന്നത്. മുക്കം നഗരസഭയിലെ കല്ലുരുട്ടി സ്വദേശി രാജൻ കല്ലുരുട്ടിയുടെ ശിക്ഷണത്തിൽ 3 വർഷത്തോളം നീണ്ട കഠിന പരിശീലനത്തിനൊടുവിലാണ് മോഹിനിയാട്ടത്തിൽ ഇവർ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുന്നത്. തങ്ങളുടെ നൃത്തം പഠിക്കണമെന്ന ഏറെ നാളത്തെ ആഗ്രഹമാണ് ഈ അരങ്ങേറ്റത്തിലൂടെ സാധിക്കാൻ പോകുന്നതെന്നും അതിന് പ്രായം ഒരു തടസ്സമല്ലെന്നും നൃത്താധ്യാപകൻ്റെയും സഹപ്രവർത്തകരുടെയും വീട്ടുകാരുടെയും പിന്തുണയാണ് തങ്ങൾക്ക് പ്രചോദനമായതെന്നും അരുണയും ശോഭനയും പറയുന്നു. ഞങ്ങളിവിടെ അമ്പലങ്ങളിൽ തിരുവാതിരക്കളി കളിക്കാറുണ്ട്. അപ്പോൾ ആ വർഷം കളി കഴിയുമ്പോൾ അന്ന് മുതൽ തുടങ്ങിയതാണ് മനസ്സിലൊരാഗ്രഹം മോഹിനിയാട്ടം പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുകൂടി കക്കടോത്ത് ശിവക്ഷേത്രത്തിൽ നാട്യാഞ്ജലി നൃത്ത വിദ്യാലയത്തിൽ ഞങ്ങളുടെ ഗുരു രാജമാഷിൻ്റെ നേതൃത്വത്തിൽ പഠിക്കാൻ തുടങ്ങി. 3 വർഷത്തോളമായി പഠിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങളുടെ ഒരു സ്വപ്നമാണ് ഈ പ്രായത്തിൽ. ഞാൻ റിട്ടയർഡ് അധ്യാപികയാണ്, 2020 റിട്ടയർ ആയ ആളാണ്. ഇപ്പോൾ 61 വയസ്സായി. പിന്നെ എൻ്റെ ഗ്രൂപ്പിൽ ചെറുപ്പക്കാരും ഉണ്ട്, പ്രായമുള്ളവരും എല്ലാവരും ഉണ്ട്. ചെറുപ്രായത്തിൽ പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു ഡാൻസ് പഠിക്കുക എന്നുള്ളത്. അപ്പോഴാണ് മഞ്ജു വാര്യരുടെ അമ്മയുടെ ഒരു മോഹിനിയാട്ടത്തിൻ്റെ അവരുടെ ഒരു അരങ്ങേറ്റത്തിൻ്റെ ഒരു വീഡിയോ കണ്ടത്. അതിലൂടെയാണ് ശരിക്കും നമ്മൾക്കും കളിക്കാലോ എന്നുള്ളൊരാഗ്രഹം വന്നു തുടങ്ങിയത്. അങ്ങനെയാണ് ഞങ്ങളെല്ലാവരും സുഹൃത്തുക്കളെല്ലാവരും കൂടെ ഒരു തീരുമാനം എടുത്തത്, മോഹിനിയാട്ടം പഠിക്കണം എന്നുള്ളത്. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. ഫെബ്രുവരി 2-ാം തീയതി ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറ്റാണ്. അത് വലിയൊരു സ്വപ്നമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ളൊരു സമയമാണിത്. ഞാൻ 60 വയസ്സിലാണ് ഡാൻസ് ചെയ്യാൻ തുടങ്ങിയത്. ഡാൻസ് ചെയ്യാൻ ഞാൻ ആദ്യമായിട്ട് ക്ലാസ്സിൽ വന്നപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. വെറുതെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഇത് വന്നപ്പം പിന്നെ അതിലേക്ക് അങ്ങോട്ട് ചേരണം തോന്നി. പിന്നെ മാഷെടുത്തുനിന്ന് നല്ലൊരു പ്രോത്സാഹനമാണ് കിട്ടിയത്. ഇത് പിന്നെ ശരിയാവും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നല്ല ഒരു പോസിറ്റീവ് അപ്രോച്ചാണ് മാഷെടുത്തുനിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇവിടം വരെ എത്താൻ കഴിഞ്ഞു. പ്രായം ചെന്നവരുടെ കൂടെയാണ് നൃത്തം പഠിക്കാൻ പോകുന്നതെന്നറിഞ്ഞപ്പോൾ ഇത്രയും പ്രായം ചെന്നവർക്ക് നൃത്തം ചെയ്യാൻ കഴിയുമോ എന്ന് ആദ്യം സംശയമുണ്ടായിരുന്നുവെന്നും എന്നാൽ പിന്നീടാണ് മനസ്സിലായത് തന്നേക്കാൾ ഊർജ്ജസ്വലരായി ഇവർക്കാണ് കളിക്കാൻ പറ്റുന്നുവെന്നും കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഐശ്വര്യയും പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് ഡാൻസ് പഠിക്കാൻ വരുന്നത്. ഇതിനു മുമ്പ് ഭരതനാട്യം പഠിക്കാൻ പോയിരുന്നു, പക്ഷെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. എൻ്റെ വല്യമ്മ ഉണ്ട് ഇവിടെ, വല്യമ്മയാണ് എന്നെ വിളിച്ചത് ഇവിടേക്ക്. ഇങ്ങനെ ഒരു ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്, അപ്പോൾ നീ വന്നോന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വന്ന് ചേർന്ന് ഇവിടെ ഇങ്ങനെ അരങ്ങേറ്റം വരെ എത്തുന്നൊന്നും വിചാരിച്ചില്ല. അപ്പോൾ അതിൽ വലിയ സന്തോഷമുണ്ട്. 40 വർഷത്തോളം നൃത്താധ്യാപകനായ താൻ ആദ്യമായാണ് ഇത്രയും പ്രായം ചെന്നവരെ പഠിപ്പിക്കുന്നതെന്നും തുടക്കത്തിൽ ചില പ്രയാസങ്ങളുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഇവർ പഠനം പൂർത്തീകരിച്ച് അരങ്ങേറ്റം കുറിക്കാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണെന്നും അധ്യാപകൻ രാജൻ കല്ലുരുട്ടിയും പറഞ്ഞു. 39 വർഷമായി നൃത്തരംഗത്ത് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സീനിയർ ബാച്ചിനെ തയ്യാറാക്കിയെടുത്തത്. കാരണം വന്ന സമയത്ത് ഇവർ കളിക്കുകയോ ഒന്നും നമുക്കറിയില്ലായിരുന്നു. കാരണം ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അവർക്ക് അതുപോലെ തന്നെ ഒരു ആത്മവിശ്വാസക്കുറവുണ്ടായിരുന്നു. പക്ഷേ അത് ശ്രമിച്ച് ഒരു 4-5 ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് മനസ്സിലായി ഇവർ കളിക്കും, അവർക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്നു. അങ്ങനെയാണ് ഇപ്പം ഇവിടെ എത്തി നിൽക്കുന്നത്. ഇപ്പം ഞങ്ങൾ 4 ഐറ്റം പഠിപ്പിച്ചു കഴിഞ്ഞു. ആ 4 ഐറ്റം പിന്നെ ഗുരുവായൂർ വെച്ചിട്ട് ഫെബ്രുവരി 2-ാം തീയതി അരങ്ങേറ്റം നടത്തുകയാണ്. രാവിലെ 9:30-ക്കാണ് സമയം. മോഹിനിയാട്ടത്തിലെ ജാതിസ്വരം പദം അജിതാഹരെ എന്ന് തുടങ്ങുന്ന കൃഷ്ണസ്തുതിയാണ് ഇവർ അരങ്ങിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇപ്പോഴും ഇതിനുള്ള കഠിന പരിശീലനത്തിലാണ് ഈ പെൺകൂട്ടായ്മ.
ജയനാസാദിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.